എടോ പുതിയ പുതിയ സാധനം അതൊക്കെ ചവിട്ടി കളിയാക്കല്ലേ. അങ്ങനെ ഇന്ന് ഞങ്ങളെ ഊഞ്ഞാലുള്ള അടുക്കളത്തെ അവസാനത്തെ ലഞ്ചാണ് കേട്ടോ. 1 മാസത്തിനെന്നും പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നൊക്കെ 3 മാസം 5 ദിവസം കഴിഞ്ഞു. പണികൾ ഫുള്ള് കഴിഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് കഴിഞ്ഞിട്ടില്ല. താഴത്തെ പെയിന്റ് പണിക്കാരുണ്ട്. ആ പെയിന്റ് പണി കൂടെ കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. നാളെ ഞങ്ങൾ മേലെ കയറും. അപ്പത്തിന് നമ്മൾ താഴത്തേക്ക് ഇറങ്ങണം. ഇന്ന് നല്ല മീൻകറിയൊക്കെയാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇന്നിവിടെ ഷെഫ് കുട്ടനില്ല. ഷെഫ് കുട്ടനില്ലെങ്കിൽ ഞങ്ങൾക്ക് മീൻകറിയൊക്കെ. യാമി അമ്മാമ്മ കഴിക്കാ ചോറ് കഴിക്കാൻ വരും. യാമിയുടെ മുഖത്ത് നല്ലൊരു കൊതു കുത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ മോളിലേക്ക് കയറി വരുമ്പോൾ 5 ആളായിട്ടാണ് വന്നത്. എപ്പോഴും പറയും ഈ യാമിക്കുട്ടി ഇവിടെ വന്നിട്ട് ഭയങ്കര ഓട്ടവും ചാട്ടവും നോക്കിയായിരുന്നു. അപ്പോൾ ഒക്കെ പറയും താഴത്തേക്ക് പോകുമ്പോഴത്തേനും ഒരാവത്തും കൂടാതെ പോയി കിട്ടിയാൽ മതിയായിരുന്നു. ഇങ്ങനെ രാമത്താവ് വന്നത്. എന്തായാലും ഞങ്ങൾ ചോറ് കഴിക്കട്ടെ. ചോറ് കഴിക്കുമ്പോൾ യാമിക്കുട്ടി ഇക്കാലൂടെയൊക്കെ ആയിരിക്കും. അവർക്ക് അവിടെ കാക്കികളൊക്കെ കണ്ടിട്ടിരിക്കാം. ഞാനിവിടെ ഊഞ്ഞാലുണ്ട്. ചോറ് കഴിക്കലായിട്ട് നമുക്ക് താഴത്തേക്ക് മാറുന്ന വിശേഷങ്ങളൊക്കെ കാണിക്കും. നല്ല രസമൊക്കെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ലൈഫ്. ഊഞ്ഞാലൊക്കെ ഉള്ള അടുക്കളയിൽ വന്നിരിക്കുക, ഊഞ്ഞാലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. നമുക്ക് നമ്മൾ വീട്ടിലത്തെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അടുക്കള വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാൻ കഴിയില്ല എന്ന പോലെ. അങ്ങനെ അതും കഴിഞ്ഞു. പോവാനായപ്പോഴത്തേനും ഒരു ഇടങ്ങേറ് അങ്ങനെ ഉണ്ടായി എന്ന് മാത്രം. ഇതാണ് ഞങ്ങളെ കുടിവെള്ള പദ്ധതി. ഇതും ഒരു ബുദ്ധിമുട്ടായിരുന്നു. മുകളിൽ നിന്ന് താഴത്തേക്ക് ഡെയിലി ഒരു കുടം വെള്ളം കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ വെള്ളം കുടിയുടെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ഈ വെള്ളം കുടിക്കലും ഉറക്കവും ഒക്കെ കുറവാകുമ്പോഴും അതുപോലെ ഈ പൊല്യൂഷനും നമ്മൾ ഈ സ്ട്രെസ്സും ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലും ഒക്കെ കാരണം പിന്നെ അതുപോലെ എപ്പോഴും പുറത്തൊക്കെ പോയിട്ട് ജോലി ചെയ്യണവരൊക്കെ സ്കിന്നൊക്കെ ആകെ ടയേർഡായിട്ട് ഡള്ളായിട്ടുണ്ടാവില്ലേ. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ളൊരു സ്കിന്ന് കിട്ടാൻ വേണ്ടി നല്ല എഫക്റ്റീവായ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് ട്രീറ്റ് ചെയ്യൽ നിർബന്ധമാണ് കേട്ടോ. അങ്ങനെയുള്ളൊരു പ്രൊഡക്റ്റാണ് ഹിമാലയ ബ്രൈറ്റനിങ് വിറ്റാമിൻ സി ഓറഞ്ച് ഫേസ് സിറം. ഇതാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം. ഹിമാലയയുടെ പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതുണ്ടല്ലോ 5x വിറ്റാമിൻ സിയും 10x നിയാസിനാമൈഡും പിന്നെ നാച്ചുറൽ ഓറഞ്ച് എക്സ്ട്രാക്റ്റിന്റെ ശക്തി യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുണ്ടല്ലോ 3 ദിവസം കൊണ്ട് നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറൽ ബ്രൈറ്റ്നെസ് അൺലോക്ക് ചെയ്യും. ഇത് ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് 2-3 തുള്ളി സെറം എടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഡെയിലി 2 നേരം. പിന്നെ സെറം സ്കിന്നിൽ അബ്സോർവ് ആവണ വരെ നന്നായിട്ട് സർക്കുലർ മോഷനിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ശേഷം ആ ഒരു ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് കുറച്ച് മോയ്സ്ചറൈസറും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുഖത്തിന് നാച്ചുറൽ ആയിട്ടൊരു ബ്രൈറ്റ്നെസ് ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതാ ഹിമാലയന്റെ ഈ ഒരു ഫേസ് സിറം വാങ്ങിക്കാൻ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക അതുപോലെ ഹിമാലയന്റെ ആപ്പിലും വെബ്സൈറ്റിലും വാങ്ങിക്കാൻ കിട്ടും. നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂടുതൽ ഡിസ്കൗണ്ടോട് കൂടി കിട്ടാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങിച്ചാൽ മതി. പോകാനുള്ള സാധനങ്ങളൊക്കെ ഇതാ ബാണ്ടൊക്കെ ഇട്ടാക്കി വെച്ചതാണ് കേട്ടോ. ഞങ്ങൾ ഒരുവിധമൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞൊക്കെ ബുബുക്കുട്ടനെ പോയ സമയത്തൊക്കെ ആകെ ഇടങ്ങറാകുമ്പോൾ ഞാൻ അലമാറ പോയി വൃത്തിയാക്കലും അങ്ങനെയൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അലമാറകളൊക്കെ തുണികളൊക്കെ സെറ്റാക്കി അങ്ങനെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾ ഇന്നലെയും കുറച്ച് പോയിട്ട് വൃത്തിയൊക്കെ ആക്കിയിരുന്നു അല്ലേ. യാമിക്കുട്ടിനെ കടത്തി ഇറക്കിയിട്ട് ഇതാ ഞങ്ങൾ 2 ആളും താഴത്തേക്ക് ക്ലീനിങ്ങിന് പോവാ. ഫോളോ മീ. ഇവിടെയൊക്കെ ഇതാ ഇങ്ങനെ ഇട്ട് കിടക്കണ കുറേ സാധനങ്ങളും അതിലിടക്ക് വന്ന് വൃത്തിയാക്കൊക്കെ ചെയ്തിരിക്കണം. പിന്നെയും വൃത്തിയായിട്ടാവും. ഇന്നിപ്പോൾ ഇതെല്ലാം അതും നീറ്റാക്കി വെക്കണം. നാളെ രാവിലെ ഉറക്കം വരുന്നേ. ഇതൊക്കെ ഓൺലൈനിൽ വാങ്ങിച്ചാണ് കേട്ടോ. ഇതിങ്ങനെ 3 എണ്ണം ഒരു കോംബോ ആണ്. ഇതൊക്കെ ഞാൻ അവിടെ വെക്കുമ്പോൾ യൂസ് ചെയ്തിട്ട് നല്ലതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ലിങ്കൊക്കെ തരണ്ട കേട്ടോ. പിന്നെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെ വെച്ചിട്ടൊക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്യണം ഇൻഷാ അല്ലാഹ്. പോവാം നമുക്ക് താഴത്തേക്ക്. ഷെഫ് മോൻ ഇന്നലെ പട്ടാമ്പിക്ക് പോയതാണ് കേട്ടോ. അമ്മിക്കുട്ടിയാണെങ്കിൽ ഇതാ അവിടെ പല കളികളും കണ്ടുപിടിച്ചിരിക്കുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് കളിക്കാനില്ലേ കുട്ടിയായിട്ട് മാതൃകയായി. 1.5 വയസ്സായ കുട്ടികളൊക്കെ അത് കണ്ടോളി മാതൃകയായിട്ട്. ഫോണ് തിരിച്ചേൽപ്പിച്ചിട്ടില്ലേ യാമിക്കുട്ടിയുടെ കളികൾ. മോളിൽ വന്നിങ്ങാണ്ട് കുറച്ചുണ്ടാക്കിയതാ. ഓ
കവളത്ത് റൂഷിട്ട പോലെ ഒരു ചുവപ്പ് കുരുണ്ട്. ഒരു ഒന്നൊന്നര കൊതുക കുത്തികള്. മഴ പെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ മഴ കാണാൻ നല്ല രസമായിരുന്നു. മഴയുടെ മുകളിലത്തെ വ്യൂ ഇങ്ങനെ കാണാൻ പറ്റും. ഈ മഴ കാണാനായിട്ട് നമ്മൾ മുകളിൽ കയറി വരൂലല്ലോ. അതെ അല്ലേ? ആ പറയുമ്പോൾ നമ്മൾ ഇവിടെ തന്നെയാണല്ലോ ഉണ്ടാവുക. എന്നാലും ഇവിടുന്ന് പോകുമ്പോ ഇനി അതില്ലല്ലോ ഇതില്ലല്ലോ അങ്ങനെ തോന്നുക. പിരിഞ്ഞിട്ട് ഒരു ക്ഷീണം പോലെ ഉണ്ടല്ലേ. അത് ഓള് മുടി വലുതാവൊക്കെ ചെയ്തിട്ട് പിന്നെ അഭിനയൊക്കെ തുടങ്ങിയിട്ട് കേട്ടോ യാമിക്കുട്ടി. ഈ മുടി ഇങ്ങനെ പിരിഞ്ഞിട്ട് എന്തോ പോലെ ഇപ്പൊ കാണാന്. പക്ഷെ ഞാൻ വലുതായിട്ടുണ്ട് സെറ്റാണ്. അഭിനയൊക്കെ പൊരിഞ്ഞ അഭിനയം. ക്യാമറ എടുക്കാനാണ് ഇപ്പൊ ഓടി വരുന്നത്. യാമിക്കുട്ടി ആരെങ്കിലും വരുന്നുണ്ടോ നോക്കാൻ കൂടി കേട്ടോ. പപ്പ വരുന്നുണ്ടോ? നോക്കിയോക്ക് യാമി, പപ്പ വരുന്നുണ്ടോ ചോക്ലേറ്റ് കൊണ്ട്? മിസ്ക് എടുക്കാൻ നോക്കുമ്പോ തൊപ്പി ഒരുപാട് കയ്യിൽ പിടിക്കും. പണിക്കിറങ്ങാ. ഞങ്ങൾ എപ്പ ഇറങ്ങാൻ തുടങ്ങിയതെന്ന് അറിയോ? അവസാനം മകര് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങണത്. പണിക്കിറങ്ങുമ്പോ കാൽമ ഷൂ ഒക്കെ വേണം. ഈ ആൺകുട്ടിയൊക്കെ പൊരിഞ്ഞ പണിയിലേക്കാണ് താഴത്ത് പോയാല്. നമ്മളെ പണി നീങ്ങൂല. ഓളം പണിയെടുക്കണ നോക്കാനേ വീവുണ്ടാവുള്ളൂ. അത്യാവശ്യമൊക്കെ വൃത്തിയാക്കിയിട്ട് വന്ന കേട്ടോ. പിന്നെയും പണിയൊക്കെ ആവുമ്പോ വീണ്ടും വൃത്തിയേടായി. പിന്നെയും കസേര ഇതൊക്കെ പെയിന്റടിക്കാൻ നോക്കായപ്പോ വീണ്ടും ഇല്ലായി. അപ്പൊ ആദ്യം ഇവിടെ ഒന്നും കൂടെ ലെവലാക്കിയിട്ട് ഞങ്ങൾക്ക് മുകളിൽ നിന്നുള്ള സാധനങ്ങൾ കൊടുത്തിട്ട് ഇവിടെ കൂടിയിരിക്കണം അല്ലേ. ഒക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് പുതിയ മാറ്റങ്ങളും ഒക്കെ ഒന്ന് കാണിച്ചു തരാം. വലിയ ഒരു സംഭവം ആക്കിയിട്ടൊന്നും മാറ്റിയിട്ടൊന്നും കേട്ടോ. അത് കാണിച്ചു തരാം. ആ ലൈറ്റ് ഉണ്ടല്ലോ, അത് ഞങ്ങളാണ് കേട്ടോ കോർത്തത്. അതിന്റെ ബോർഡ് ഇലക്ട്രീഷ്യൻ വെച്ച് പിന്നെ മാലകൾ കോർത്തത് ഞങ്ങളാണ്. കുറേ പാക്കറ്റ് മുത്തുമണികളാണ് ഇതിൽ. 1, 2, 3 പറഞ്ഞിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ തൂക്കുന്നു. ഞാനിങ്ങനെ കൊടുക്കുന്നു. എൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനത്തെ ഒരു ബൾബ് വേണം. ഇതങ്ങനെ ഓരോ പാക്കറ്റുകൾ ഓരോ നമ്പർ പ്രകാരം കേട്ടോ. 6, 5, 4 അങ്ങനെ സെറ്റ്. ഇപ്പോൾ ഒന്നാണ് കോർത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കുട്ടിയുടെ താഴെ ഒക്കെ കെട്ടിക്കാൻ എന്നിട്ടാ പരിപാടി. 1 നമ്പർ എഴുതിയുമ്പോൾ 1 മണി, 2 എഴുതിയുമ്പോൾ 2 മണി, 3 എഴുതിയുമ്പോൾ 3 മണി. 3ാമത്തെ ലേലേക്കത്തിലേക്കാ ഫുള്ള് ഇട്ടിട്ട് ലൈറ്റ് എത്തിച്ച് കാണാൻ കൊതിയായി. അത് 6ാമത്തെ കേട്ടോ ലാസ്റ്റത്തെ. എനിക്കാണെങ്കിൽ ഷർട്ട് ഇടാതെ കേട്ടോ കോർക്കാൻ വന്നിക്കൊണ്ട് ശരിക്കാണ്ട് വീഡിയോ എടുക്കാൻ വയ്യ. എല്ലാ കവറും ഫിനിഷായി. ലൈറ്റ് കാണിക്കാം. ഇതാണ് ലൈറ്റ്. ഷർട്ടിന്റെ മില്ലാണ്. യാമിക്കുട്ടി ആദ്യം പെരപ്പണിക്ക് എത്ര പൈസ ചെലവ് വിചാരിച്ച എത്ര ഏടോ അതിലപ്പുറം പോയോ എന്നൊക്കെ കണക്കൂട്ടാണ് യാമിക്കുട്ടി. കണക്കൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് പോയിക്കണ്. പെയിന്റ് പണിയൊക്കെ ഞാൻ ചെയ്തോളാം. ഇനി ബാക്കി പൈസ ഒക്കെ കുറെ അങ്ങോട്ട് എത്തിക്കണ്. ഒരു ഉത്തരവാദിത്തമല്ല നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞു യാമിക്കുട്ടി. ഓളത്ര ബാക്കി പെയിന്റ് അടിക്കണം. ലൈറ്റ് കമ്മി ഉണ്ടോ എന്നൊരു സംശയം. ഇലക്ട്രീഷ്യൻ പണികളായിട്ട് എടുത്തേക്കാം. വീടിരിക്കലിന്റെ തലേന്ന് അങ്ങനെ തന്നെ അല്ലേ? വീട്ടിലത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഓരോ പണികളൊക്കെ ഉണ്ടാവുന്നുണ്ട്. മറ്റോള് അടിച്ചുവരലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഏതാപ്പോ നമുക്ക് തീരെ പറ്റിയിട്ടില്ല. നമ്മളെ ബൾബുമ്മക്കളിയും വേഗമുള്ളത് അടിച്ചു വരി വൃത്തിയാക്കിയിട്ട് കൂടിയിരിക്കാൻ നോക്കല്ല. കണക്കും കുട്ടി അമ്മൂട്ടി അടിച്ചു വരിക. അമ്മ കുട്ടി അടിച്ചു വരിക. കഴിഞ്ഞോ? ഫിനിഷായോ? ഫോട്ടോസ് ആൽബങ്ങൾ ഒക്കെ ഇതൊക്കെ ഞാൻ മേശയെ വെച്ചിരുന്നത്. അപ്പം അതൊന്ന് മേശ പെയിന്റ് അടിക്കാൻ നേരത്ത് എടുത്ത് വെച്ചതാ. ഈ മേശയൊക്കെ പെയിന്റ് അടിച്ചതൊക്കെ ഉണങ്ങിയിട്ടോ. പെയിന്റൊക്കെ ഈ മേശപ്പെടെ അല്ല വെക്കാൻ പോണത്. ഇതാകുന്നില്ല. ഇത് എൻ്റെ ഓഫീസ് സ്റ്റെപ്പാണ്. എഴുതാനൊക്കെ വന്നിരിക്കാനുള്ള വലിയ വലിയ പണ്ട് എല്ലായിടത്തും ഉണ്ട്. പുതിയ പുതിയ സാധനം അതൊക്കെ ചവിട്ടി ചളിയാക്കല്ലേ. വളരെ മൂടും. പപ്പത് കൊണ്ടോട്ടെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെ പണികള്. ഞങ്ങള് 2 മണിക്കൂർ നേരത്തെ പണി പ്ലാൻ ചെയ്തിട്ടേ കരം വരും.
പക്ഷെ അത് 4 മണിക്കൂറാണ്. ഇന്നിപ്പോ ഞങ്ങൾക്ക് ഇനി ഒരു നിവർത്തിയില്ല, അതൊക്കെ നേരാക്കിയിട്ടേ പോകാൻ പറ്റുള്ളൂ. കാരണം നാളെ മുകളിലേക്ക് പെയിന്റ് അടിക്കാൻ ആള് വരും. ഞങ്ങൾ ഇറങ്ങി കൊടുക്കേണ്ട അവസ്ഥ. ഞങ്ങള് വീട് ഇറങ്ങി കൊടുക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളോട് വീടിന്റെ കവറുകളൊക്കെ തിരുമ്പാട്ടിക്ക. യാമി സഹായിക്കാം, പിന്നെ യാമി വരും. അതുകൊണ്ട് പിന്നെ വലിയൊരു റിസ്ക് ഇല്ല. ബാക്കിൽ നിന്ന് തള്ളി തരും. ബൂബുക്കുട്ടൻ ഉണ്ടെങ്കിൽ ഓനും ഉണ്ടാവും പിന്നാലെ. പിന്നെ ഓള് വരാതെ ഞാനില്ലാതെ ഞാനില്ലാതെ അവിടെ ഒരു ഇല നീങ്ങാൻ പാടില്ലാന്ന് ഓള് അവിടൊക്കെ പൊത്തിപ്പിടിച്ച് കയറണ്. ഇപ്പൊ പറയും വെല്ലി, അതൊക്കെ ശരിക്കും വെച്ചിക്കണ്. ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തുന്നുണ്ട്. ഓക്കെ അല്ല, ഇതിനൊക്കെ ചാവിയേറ്റുണ്ടോ, കിടക്ക് വന്ന് തുറക്കാനുള്ള സ്കോപ്പ് ഉണ്ടോ നോക്കുക. ആയിട്ടില്ല, വരും സമാധാനല്ലേ. എങ്ങനെ ഇവിടെ കിടന്നിരുന്നത് ആകെ. തൽക്കാലത്തേക്ക് പണി മാറ്റിയിട്ട് ഞങ്ങള് ചോറ് കഴിക്കാൻ പോവാണ്. ഓളെയാണ് ഇതിന്റെ ഇടക്ക് കൊണ്ടുപോയി ചോറൊക്കെ കൊടുത്ത് ഓളെ ഉറക്കി, ഇവിടെ കൊടുന്ന് ഉറക്കി. അപ്പം നോക്കുമ്പോ കണ്ണു തുറന്നിട്ടുണ്ട് വന്നിക്കണ്. അവൾക്ക് ഇവിടെ കളിക്കാനേ. ഈ ഭക്ഷണം കഴിച്ച് യാമിക്കുട്ടി ഇനി നാളെ ഇട്ടുണ്ടാവുള്ളൂ. ഇനി ഉറങ്ങും. കൊട്ടുവായി കിടുന്നുണ്ട്. ചോറ് കഴിച്ചിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ ഇന്നലെ രാത്രി 1 മണി വരെ ഒക്കെ ക്ലീൻ ആക്കിയിട്ട് രാവിലെ തന്നെ ഓല് ഇങ്ങോട്ട് വരുന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം നോക്കുമ്പോൾ ഓരാണെങ്കിൽ നല്ല ആത്മാർത്ഥതയുള്ള പണിക്കാരാണ് കേട്ടോ, പെയിൻറ്റ് പണിക്കാർ. അവർക്ക് എല്ലാ ഭാഗവും ലൈറ്റ് ഇട്ടിട്ട് എല്ലാ ഭാഗവും നോക്കും. ഒരാളുടെ അവസാന ഘട്ട പോളിഷിങ്ങിലാണ് കേട്ടോ. അപ്പോഴത്തെ എന്താ ഞങ്ങളെ അടുക്കളൊക്കെ ഒഴിഞ്ഞു കൊടുത്തു, എല്ലാവരും ഒഴിഞ്ഞു. ഞങ്ങൾ പൊരിയുടെ ഇതൊക്കെ അവിടെ കാണാൻ എത്രമാത്രം 3 മാസം കൊണ്ട് പൊരിച്ചു എന്നുള്ളത്. അപ്പോൾ ഞങ്ങളെ ബെഡും അപ്പൊ ഞങ്ങൾ അവസാന ഘട്ട ഒരുക്കങ്ങളും കഴിഞ്ഞ് താഴത്തേക്ക് പോകണം. താഴത്തൊക്കെ ഞങ്ങൾ നീറ്റാക്കി വെച്ചതാണ്. പക്ഷെ ഞാൻ പറഞ്ഞ അവിടെ പെയിന്റ് പണി നടക്കുന്നുണ്ടാവുകൊണ്ട് ഒന്നും കൂടി ഇനി അവിടെ ശരിയാക്കണം. പിന്നെ ഇവിടുന്ന് കൊണ്ടേ ലോഡൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഒക്കെ നിരന്നു കേട്ടോ. പക്ഷെ എനിക്കിങ്ങനെ ഈ കുറേ സാധനങ്ങളൊക്കെ കുന്നുകൂടി കിടക്കുമ്പോൾ ഇതെങ്ങനെ വൃത്തിയാക്കുക, അത് എവിടുന്ന തുടങ്ങുക, അങ്ങനെയുള്ള ഒരു ബേജാറേ ഇല്ല. എല്ലാ സാധനങ്ങളും വെക്കാൻ ഓരോ സ്ഥലങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് ആ സ്ഥലത്തേക്കാണ്ട് വെക്കുക, അതോടുകൂടി ക്ലീൻ ആവും. അപ്പോൾ ബേജാറൊന്നുമില്ല. ഞാൻ ശരിക്കും ഇന്നൊക്കെ ക്ലീൻ ചെയ്തിട്ട് എല്ലാം കാണിച്ചു തരണമെന്നും കൂടി വിചാരിച്ചിരുന്നു കേട്ടോ. പക്ഷേ ഇനിയിപ്പോൾ അത് ഇന്ന് നടക്കൂല. അടുത്ത വീഡിയോയിൽ ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നല്ല വൃത്തിയായി യാമിക്കുട്ടി ഞങ്ങളൊക്കെ കൂടി വീടൊക്കെ വൃത്തിയാക്കിയിട്ട് ആ വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അപ്പം ഞങ്ങൾക്ക് ഇന്ന് കഞ്ഞി അച്ചാറൊക്കെയാണ് കേട്ടോ, അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. യാമിക്കുട്ടിനൊന്ന് ഉറക്കട്ടെ കേട്ടോ, അവൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു.